നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം വർദ്ധിച്ചു. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതോടെ പ്രതീക്ഷയോടെ നേതാക്കൾ. 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തം. ചില ബൂത്തുകളിൽ കയ്യാങ്കളിയും വാക്കുതർക്കവും ഒഴിച്ചാൽ പൊതുവെ ശാന്തമായിരുന്നു പോളിംഗ് സ്റ്റേഷൻ പരിസരം. ഇത്തവണ എല്ലാ ബൂത്തുകളിലും CC ക്യാമറയും സജ്ജീകരിച്ചിരുന്നതിനാൽ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള അവസരവും കുറവായിരുന്നു. പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കേരളത്തിൽ ചരിത്ര വിജയം നേടുമെന്ന് TP രാമകൃഷ്ണൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞു. വോട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ആകെ വരുന്ന വിവരങ്ങൾ ജനങ്ങൾ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വോട്ട് ചെയ്ത 222 വോട്ട് സ്ത്രീകളുടെ നീണ്ട ക്യൂ ആണ്. പുരുഷന്മാരുടെ ക്യൂ അത്രയില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ സജീവമായി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനാനുഭവങ്ങൾ ഈ നാടിൽ മുന്നിലുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നതും നാടിൻ്റെ മുന്നിൽ. കേരളത്തിലെ എല്ലാ വികസന വളർച്ചയുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആകെ നേട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച അവിടെ പ്രകടമാണ്. അത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ നേട്ടം കൈവരിക്കും എന്നതാണ് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കി. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ വലിയ തോതിൽ നേട്ടം കൈവരിക്കും. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, വികസന മുരടിപ്പാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രചാരവേല നടത്തി. ഈ പ്രചാരവേല നടത്തിയവർ അവർ നടന്നു പോകുന്നതും വാഹനത്തിൽ പോകുന്നതുമെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൈവരിച്ച വികസന നേട്ടങ്ങളിലൂടെയാണ്. അതാണ് യാഥാർത്ഥ്യം. ഈ അനുഭവം ജനങ്ങളിൽ നിന്ന് മാച്ചു കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അതിനെതിരെ മതനിരപേക്ഷ നിലപാടുയർത്തി നല്ല ഐക്യം ഉയർത്തിക്കൊണ്ടുവരിക എന്ന പൊതുബോധമാണ് കേരളത്തിലെ ജനങ്ങളാകെ പ്രകടിപ്പിക്കുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയം, പ്രതീക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ നിലയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ഗണപതി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി മുയ്പോത്ത് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ബാലുശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT സൂരജ് പേരാമ്പ്ര എരവട്ടൂർ ബുർഹനുൽ ഇസ്ലാം മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തിയാണ് ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക് തിരിച്ചത്. തെരഞ്ഞെടുപ്പ് ദിനമാണ്. വോട്ട് രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട എല്ലാവരോടും, രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരോടും പറയാനുള്ളത്, മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം കേരളത്തിലുണ്ട്. ആ മാറ്റത്തിനൊപ്പം തെറ്റാതെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളം വലിയ മാറ്റം ആഗ്രഹിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വിദ്യാർത്ഥി വിരുദ്ധവും ജനവിരുദ്ധവും എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലും വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ എല്ലാ മേഖലയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാരിനെതിരെ വലിയ പൊതുജനവിധി. കോഴിക്കോട് ജില്ലയിൽ 2 മണിയോടെ തന്നെ 50% വോട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകണമെന്ന് വോട്ടർമാർ പറഞ്ഞു. വൈകിട്ട് 6 മണിയോടെ വോട്ടിംഗ് സമയം അവസാനിക്കും. രാത്രിയോടെ കേരളത്തിന്റെ ഭരണം ആർക്കായിരിക്കുമെന്ന് രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.